നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ഭൂമിയായിട്ടൊരു ബന്ധമില്ല. മനുഷ്യ ശരീരം 9 മിനിറ്റ് കഴിഞ്ഞാൽ അശുദ്ധിയാവും. ഭൂമിയിൽ നമ്മുടെ പാദം സ്പർശിക്കുന്നത് കൊണ്ടും ഭൂമിക്ക് ഗുരുത്വാകർഷണ ബലമുള്ളത് കൊണ്ടുമാണ് നമ്മൾക്ക് ശുദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ ശുദ്ധി ഉണ്ടാവില്ല. ഈ കൈയും ഈ കാലും തമ്മിൽ മുട്ടാതെ ഇങ്ങനെ കിടന്നാൽ നമ്മൾ പരാലിസായി ഇപ്പോൾ ഒരിക്കലും എണീറ്റ് നടക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് തളർന്നു കിടക്കുന്ന രോഗിയുടെ 2 കൈയും കൂട്ടിത്തിരുമുന്നതും കാല് കൂട്ടിത്തിരുമുന്നതും പരസ്പരം തേക്കുന്നതൊക്കെ. കാരണം എന്താണ്? രക്തചംക്രമണം കറക്റ്റായിട്ട് നടക്കുവാനാണ്. അപ്പോൾ നമ്മളൊരു കട്ടിലിൽ ഏകദേശം 6 മുതൽ 8 മണിക്കൂർ ഭൂമിയായിട്ടൊരു ബന്ധമില്ലാതെ ഇങ്ങനെ കിടക്കുകയാണ്. അവിടെ നിന്നാണ് ഉണരുന്നത്. എങ്ങനെ ഉണരണം? ഏത് ഭാഗം ചരിഞ്ഞുണരണം? വലതുഭാഗം ചരിഞ്ഞുണരണം. കാരണം ബ്ലഡ് ഇങ്ങനെ നിൽക്കുകയാണ്, എങ്ങോട്ട് ഒഴുകാൻ റെഡിയായിട്ട്. അപ്പോഴാണ് അതിരാവിലെ എണീറ്റ് ഇടതുഭാഗം ചരിഞ്ഞിങ്ങ് ഉണരുമ്പോൾ ഈ ബ്ലഡ് എല്ലാം കൂടെ പമ്പ് ചെയ്ത് നേരെ ഹൃദയത്തിലേക്ക് വരും. അത്യാവശ്യം ഒരു ബ്ലോക്കൊക്കെ ഉള്ളയാളാണെങ്കിൽ അത് മതി ശരീരം ഉപേക്ഷിച്ച് അങ്ങ് പോകാൻ. ഇപ്പോൾ നമ്മുടെ പൂർവികർ എത്ര സയൻറ്റിഫിക്കായിട്ടാണ് ഓരോന്ന് എഴുതി വെച്ചിരിക്കുക. ഉണരുമ്പോൾ വലതുഭാഗം ചരിഞ്ഞുണരണം, വലത്തോട്ടുണർന്നിട്ട് വരുമ്പോൾ ബ്ലഡ് കറക്റ്റായി. ആദ്യം ഏത് ഭാഗമാണ് ഭൂമിയിൽ സ്പർശിക്കേണ്ടത്? കൈയാണ്. കാരണം എന്താണ്? ശിരസിലേക്കുള്ള രക്തോട്ടം കറക്റ്റാകാനാണ്, തളർന്ന് വീഴാതിരിക്കാനാണ്. വലതുപക്ഷം ചരിഞ്ഞുണർന്നിട്ട് ഒന്ന് ഭൂമിയെ സ്പർശിച്ചാൽ ശിരസിലോട്ടുള്ള രക്തചംക്രമണാവസ്ഥ കറക്റ്റാവും. അതിനുശേഷം എന്ത് കണി കാണണം? കൈ തന്നെ കണി കാണണം. ആരെങ്കിലും കണി കണ്ടിട്ട് കാര്യമില്ല. ഞാൻ എന്നെ തന്നെ ഒന്ന് റീഫ്രഷ് ചെയ്യണത്. കരാഗ്ര വസതേ ലക്ഷ്മി കരമൂലേ സരസ്വതി എന്നൊക്കെ പറഞ്ഞിട്ടൊരു ധ്യാനം ഇല്ലേ? അത് ഇങ്ങനെ കയ്യിൽ നോക്കി ചൊല്ലുമ്പോൾ എൻ്റെ ആ ഒരു എനർജിയെ ഞാൻ തന്നെ കണി കണ്ട് ഉണർന്ന് നേരെ കുളിച്ച് അടുക്കളയിൽ പോകുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ ശരീരമൊക്കെ ശുദ്ധിയായിട്ട് അടുക്കളയിൽ കയറുക. അല്ലാതെ കട്ടിൽ കിടന്ന വഴി അടുക്കളയിൽ കയറിയാൽ ഒരു സ്റ്റീൽ പാത്രം എടുത്ത് വെക്കും, അതിനകത്തോട്ട് പച്ചവെള്ളം ഒഴിക്കും, അതിനകത്തോട്ട് തേയിലയിടും, എന്നിട്ട് തിളയ്ക്കുമ്പോൾ സ്പൂണ് കൊണ്ട് ഇങ്ങനെ ഇളക്കുമ്പോൾ നമ്മുടെ ശരീരോഷ്മാവ് മുഴുവൻ എർത്തല്ലേ സ്പൂണൊക്കെ. ഇതിലൂടെ എർത്ത് ചെയ്ത് കിടന്നുറങ്ങിയ ഏറ്റവും അശുദ്ധമായ വായുവും അശുദ്ധമായ എനർജിയും ഈ ബ്ലാക്ക് കോഫിയിലേക്ക്, ബെഡ് കോഫിയിലേക്ക് പോകുന്നത്. ഇങ്ങനെ ഇളക്കിയാണ് അതിരാവിലെ. ജലം പെട്ടെന്ന് എർത്ത് ചെയ്തില്ലേ ഏത് എനർജിയെയും? ജലം അങ്ങനെ ഇല്ലെങ്കിൽ ഇന്ന് ഇവിടുന്ന് പോയിട്ട് നന്നായിട്ട് വെള്ളത്തിൽ കൈമുക്കണം. എന്നിട്ട് സ്വിച്ച് ബോർഡിൽ നിന്നൊരു വയർ ഇങ്ങനെ ഇടണം, എന്നിട്ട് തൊട്ട് നോക്കണം. നനഞ്ഞ കൈ കൊണ്ട് സ്വിച്ച് ബോർഡിലും തൊട്ടാൽ മതി, നിറത്തടിക്കില്ലേ? അതുപോലെയാണ് കാപ്പി ഇങ്ങനെ രാവിലെ കുളിക്കാതെ പോയി പഞ്ചസാരയും തേയിലയിട്ട് ഇങ്ങനെ ഇളക്കുമ്പോൾ നമ്മൾ ആ 8-9 മണിക്കൂർ കിടന്നുറങ്ങിയ ദൂഷിച്ച മുഴുവൻ എനർജിയും ബെഡ് കോഫിയായി. ഇതാണ് പഠിക്കാനിരിക്കുന്ന കൊച്ചിനും കൊണ്ട് കൊടുക്കും. മോൻ കുടിച്ചോ നല്ല എനർജി ഉണ്ടാവട്ടെ എന്ന്. വിഷമാണ് കൊടുക്കുന്നത്. പണിക്ക് പോണ ഭർത്താവിനും കൊടുക്കും, ചേട്ടൻ കുടിച്ചോ ചേട്ടന് ആരോഗ്യം ഉണ്ടാവട്ടെ എന്ന്. ഈ ഒരു അവസ്ഥ മാറ്റാനാണ് നമ്മുടെ പൂർവികർ പറഞ്ഞത് കുളിച്ചിട്ട് അടുക്കളയിൽ കയറാൻ.